തലമുറയെ വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്ക് 2 ആൺമക്കളാണ്. അവർ രണ്ടുപേരും നിരീശ്വരവാദികളാണ്, ഫെമിനിസ്റ്റുകളാണ്. അവരെ അങ്ങനെ ആക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ അവരോട് വെറുതെ പറഞ്ഞു കൊടുത്തുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഒന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സത്യം എന്തെന്നാൽ അത് തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സത്യങ്ങളെ എൻ്റെ മക്കളെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അവർ യുക്തിവാദികളാണ്. കാരണം യുക്തിവാദമാണ് സത്യം. കാരണം വിശ്വാസം എന്ന് പറയുന്നത് പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, ബൈബിള്, ഗീത, ഇതിലൊക്കെ സത്യമില്ലായ്മ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് മക്കൾ അതിനെ സ്വീകരിക്കാത്തത്. അതുകൊണ്ട് അത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കള് യുക്തിവാദത്തെ സ്വീകരിച്ചു എന്നുള്ളത് യുക്തിവാദമാണ് സത്യം എന്ന് ഞാൻ തോന്നുന്നു. രണ്ടും പറയുന്നതിൽ സത്യത്തെ അവർ തിരിഞ്ഞെടുക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നെ കുടുംബത്തില് ജനാധിപത്യം നടപ്പാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുള്ള കാര്യമൊന്നുമല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യുദ്ധം ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിൽ കടന്നിട്ട് എപ്പോഴും എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഭക്ഷണം ഉണ്ടാക്കുന്നത് നിന്റെ കടമയാണ് എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എൻ്റെ മാത്രം കടമയില്ല, ഭക്ഷണം ഉണ്ടാക്കുന്നത് എൻ്റെ മാത്രം, ഇതിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് എന്നാണ് ഇത് ശരിപ്പെട്ടു വരിക എന്ന് നമുക്കറിയില്ല. ഇപ്പൊ നമുക്ക് ഏത് കാര്യമാണെങ്കിലും ഏത് കാര്യം എടുത്താലും എവിടെ ഏത് മേഖല ചൂഷണം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം ഭാര്യയെ ചൂഷണം ചെയ്യുക എന്നത് ഭർത്താവിനും ആണിന് എപ്പോഴും പെണ്ണിനെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഹേമ കമ്മിറ്റി വന്നു. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി വന്നപ്പോൾ പെണ്ണ് പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ചോദ്യം വന്നു. പെണ്ണ് പ്രതികരിച്ചില്ല. എപ്പോഴാണ് പെണ്ണ് പ്രതികരിക്കുന്നേ ഇല്ല. പെണ്ണുങ്ങൾ എപ്പോഴും ലാസ്റ്റ് എപ്പോഴും എല്ലാ സുഖവും അനുഭവിച്ചു കഴിഞ്ഞാണ് പ്രതികരിക്കുന്നത്. എത്രമാത്രം സ്ത്രീവിരുദ്ധമായ ഒരു വാക്കാണ് ആ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. പെണ്ണിനെ പ്രതികരിക്കണമെങ്കിൽ അങ്ങനെയൊന്നും എത്ര പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റില്ല. ഒരു സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ അവൾ വീട്ടിൽ നിന്ന് പോയി. അവളെല്ലാവരോടും പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് പോയി. സിനിമയിൽ അഭിനയിച്ച് 1 or 2 ഷോട്ടൊക്കെ എടുത്ത് അവൾ ഭയങ്കര അഭിമാനത്തോടു കൂടി എല്ലാവരോടും പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. ആ സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അവൾക്ക് പറയാൻ പറ്റുമോ, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു, എന്നെ ഇങ്ങനെ റൂമിലേക്ക് വിളിച്ചു, എന്റെ വാതിൽ മുട്ടി എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പെണ്ണെപ്പോഴും നിസ്സഹായിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഹേമ കമ്മിറ്റിയുടെ കാര്യം വരുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കണം. ഒരു പെണ്ണിന് പ്രതികരിക്കാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല. ഇത് പ്രതികരണം എന്ന് പറയുന്നത് ചാടി തുള്ളിപ്പോട്ടോ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല സ്ത്രീകൾക്ക്. ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്നെ പല കാര്യങ്ങളും നിർബന്ധിച്ച് എന്റെ സ്വന്തം അമ്മയുടെ ആങ്ങളെ പോലും നിർബന്ധിച്ചിട്ടുണ്ട്. എനിക്ക് അമ്മയോട് പറയാൻ പേടിയാ. എങ്ങനെ പേടിച്ച അമ്മ തല്ലും, പറഞ്ഞിട്ടുണ്ട് അമ്മ തല്ലും. നീ എന്നാടി എന്നോട് അന്നേരം പറയാനെന്ന് ചോദിക്കും. അത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. കുറേ കാലം കഴിഞ്ഞ് ഞാൻ പറഞ്ഞപ്പോഴും അമ്മ എന്നെ തല്ലി. നീ എന്നാടി എന്നോട് അന്നേരം പറയാനെന്ന് ചോദിച്ചത്. അപ്പൊ സ്ത്രീകൾക്ക് എപ്പോഴും ഭയമാണ്, പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയമാണ്. അപ്പൊ എപ്പോഴും വീടിനുള്ളിലെ കാര്യമായാലും പുറത്തെ കാര്യമായാലും സ്ത്രീകൾക്ക് ഭയമാണ്. കാരണം ഭയപ്പെടുത്തിയാണ് സ്ത്രീകളെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഭയം എന്ന് പറയുന്നത് തലയിൽ ഇങ്ങനെ കയറ്റിയാണ് സ്ത്രീകളെ ഓരോ തരത്തിലും വളർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് തുറന്നു പറയാനുള്ളത് ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് എപ്പോഴും സ്ത്രീകൾ ഇങ്ങനെ വീട്ടിലെ കാര്യമായാലും സ്വന്തം വീട്ടിലെ കാര്യം അമ്മയോടും അച്ഛനോടും പറയുന്ന, അമ്മ അച്ഛനും പറയുന്ന കാര്യം വീട്ടിൽ ഭർത്താവിനോട് പറയുന്ന ഭയം, ഭർത്താവ് പറയുന്ന കാര്യം വീട്ടിൽ ചെന്ന് പറയാൻ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ചെന്ന് പറയാൻ ഭയം. ഇങ്ങനെ ഭയപ്പെടുത്തി വളർത്തിയതുകൊണ്ട് എന്ത് പറയുന്നിടത്തും ഭയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഭയം മാറ്റുക എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല എത്ര കാലങ്ങൾ, എന്ന് കഴിയും ഇത്, എന്ന് തീരും, എന്ന് ഈ വയസ്സ് 50 ഇനിയും ഈ ഭയം മാറിയില്ലെങ്കിൽ ഇനി എന്ന് ഭയം മാറും എന്നെനിക്കറിയില്ല. അപ്പൊ ഞാനിപ്പോ ഇന്നൊരു സോളോ ട്രിപ്പ് പോവാണ്, പോണ്ടിച്ചേരിക്ക് പോവാണ്. തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്, പോണ്ടിച്ചേരി. ഭാഷ നന്നായി അറിയാം, എന്നിട്ടും ഒരു ഭയം തന്നെ.
എന്തെങ്കിലും ഭയക്കാൻ ഈ ഭയം കാരണം എവിടെ എന്ന് ചെന്ന് അവസാനിക്കും ഈ ഭയം? എനിക്കറിയില്ല ഈ ഭയം അവസാനിപ്പിച്ചിട്ട് എന്ന് നമ്മൾ ജീവിക്കുമെന്ന്. എനിക്കും ഡോക്ടർ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് ജനാധിപത്യം എന്ന് പറഞ്ഞല്ലോ, ഒരു പക്ഷെ സോയക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അതേസമയം സോയ തന്നെ പറയുന്നുണ്ട് അതൊട്ടും എളുപ്പമല്ല. അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യം, കുടുംബത്തിൽ നിന്ന് മാത്രമായിട്ട് ഇത് പറ്റുമൊന്നുമില്ല. സാധാരണ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, കുടുംബങ്ങളെല്ലാം ആദ്യം ശരിയാക്കുക, എന്നാൽ പിന്നെ കുറെ കുടുംബങ്ങൾ ചേർന്ന് സമൂഹമാകും. അങ്ങനെയല്ല. ഈ കുടുംബം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, സമൂഹം അല്ലെങ്കിൽ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. അതിന് ആവശ്യമുള്ള കുടുംബത്തിനെ ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പ്രത്യുൽപാദനമായിട്ടുള്ള ലേബർ എടുക്കാനാണെങ്കിലും മറ്റ് ലേബർ ചൂഷണം ചെയ്തെടുക്കാനാണെങ്കിലും വേണ്ടുന്ന തരത്തിലുള്ള ഒരു കുടുംബത്തിനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ലല്ലോ നമ്മൾ വളരുന്നത്. സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ വളരെയധികം ഇതെല്ലാം നമ്മൾ ജെൻഡർ ഡിവിഷൻ ഒക്കെ ഭയങ്കരമായിട്ട് റീഇൻഫോഴ്സ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പൊ പാഠപുസ്തകങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താണ് അതിൽ കാണിക്കുന്ന അച്ഛൻ മുറ്റം തൂക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് മാത്രം പറ്റില്ല. നേരത്തെ രജനി പറഞ്ഞല്ലോ, സ്ത്രീകളും ചിലപ്പോൾ ഇങ്ങനെ പെരുമാറും. നമുക്ക് എപ്പോഴും വരുന്ന ഒരു കൺഫ്യൂഷനാണ്, എന്തുകൊണ്ടാണ് സ്ത്രീകളും ഇങ്ങനെ പെരുമാറുന്നത് വെച്ചാൽ ഈ പുരുഷാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് പലപ്പോഴും സ്ത്രീകളും എന്നുള്ളത് കൊണ്ടാണത്. അവരാർക്ക് വേണ്ടിയാ പറയുന്നേ. അത് ഈ കാര്യസ്ഥന്മാര് ജന്മിക്ക് വേണ്ടി പറയുന്ന പോലെയാണ്. എന്നുവെച്ചാൽ അമ്മമാരെയാണ്. പെൺകുട്ടികൾ എന്തെങ്കിലും മോശമായി എന്ന് ഉള്ള തരത്തിൽ ആൾക്കാർ പറയുമ്പോൾ അത് അമ്മയുടെ കുറ്റമായിട്ടാണ് പറയുന്നത്. അപ്പൊ പുരുഷാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത് വരുന്നത്. പിന്നെ തൊഴിൽ മേഖലയിൽ പറഞ്ഞു, ഇപ്പൊ തുല്യത പറഞ്ഞു, തുല്യവേതനം എല്ലാം ഉണ്ട്. ഓർഗനൈസ്ഡ് സെക്ടറിൽ അധ്യാപകരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും ഒക്കെ തുല്യവേതനമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായോ? അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ സിറ്റിസൺ ആകണമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും തുല്യത വരണമെങ്കിൽ ഈ വർക്ക് പ്ലേസിൽ ചില ജോലികൾ മാത്രം ചെയ്യുമ്പോൾ എല്ലാവരുടെയും അംഗീകാരം കിട്ടും. എന്നാൽ മെയിലായിട്ടുള്ള മെയിൽ ടീച്ചേഴ്സ് വൈകുന്നേരം നടക്കാൻ പോകുന്നുണ്ടാവും, ലൈബ്രറി പോകുന്നുണ്ടാവും, ചർച്ചകൾ നടത്തുന്നുണ്ടാവും. ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കുന്ന എല്ലാവരും കൂടുതൽ പുരുഷന്മാരാണ്. അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടാവും. സ്ത്രീ ടീച്ചർമാര് അതിനുള്ള അതില്ലല്ലോ. എപ്പോഴും പെട്ടെന്ന് വീട്ടിൽ എത്തണമെന്നുള്ളതാണ്. അവിടെയും എന്താണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്? ഭയത്തിന്റെ കാര്യം ഭയപ്പെടുത്തുന്നത് സെക്സ് വെച്ചിട്ടാണ്. സെക്ഷൽ കൺട്രോളാണ്. സെക്ഷൽ കൺട്രോൾ കൊണ്ടാണ് ഭയപ്പെടുത്തുന്നത്. അത് നമ്മൾ എവിടുന്നാണ്, അത് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നത്? ജനാധിപത്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എത്ര പേര് നമ്മുടെ കുട്ടികളെ വീട്ടിനകത്തോട്ട് സംരക്ഷിച്ച് നിർത്തുന്നതിന് പകരം നമ്മുടെ പുറം ലോകം ശരിയാക്കാൻ വേണ്ടിയിട്ട്, പുറത്ത് എല്ലാവർക്കും തുല്യമായിട്ട് നടക്കാൻ വേണ്ടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമോ? നമ്മൾ പ്രൊട്ടക്ഷൻ സംരക്ഷണം എന്നാണ് പറയുന്നത്. നിയമങ്ങളിൽ പോലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ തുല്യത പറയുമ്പോൾ തന്നെ സ്ത്രീകളെ കുറിച്ച് പറയുന്ന എല്ലാ നിയമങ്ങളുടെയും ആമുഖത്തിൽ പറയുന്നത് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നാണ്. സുരക്ഷയല്ല പറയുന്നത്. സുരക്ഷ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടതാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വേണ്ടതല്ല. സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നുള്ള ആശയം എവിടുന്നാണ്? മനുസ്മൃതിയിൽ നിന്നുള്ളതാണ്. പിതാരക്ഷതി കൗമാരനൊക്കെയുള്ള കാര്യം അത് തന്നെയാണ് ഇപ്പോഴും നിയമത്തിന്റെ പോലും പല നിയമങ്ങളുടെ ആമുഖത്തിൽ പോലും അങ്ങനെയാണുള്ളത്. അത് കിടക്കുന്നത് അത് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നത് ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നാണ് കൂടുതൽ. വളരെ അപൂർവം മാത്രമാണ് പുറത്തുള്ള ആളുകൾ വളരെ കഠിനമായ റേപ്പും കൊലപാതകവും ഒക്കെ ഉണ്ടാകുന്നത്. വളരെ റെയറാണ്. സാധാരണയായിട്ട് ഉണ്ടാകുന്നത് ഏറ്റവും അടുത്ത ആളുകളോടാണ്. അവിടെ സ്ത്രീകൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അതാണ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? അടുത്ത ഒരു 2 ദിവസത്തിന് മുമ്പ് ഞാൻ ഇടപെട്ട ഒരു സംഭവം ഇഷ്ടം പോലെ നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല, വർഷങ്ങളായിട്ട് പറയുന്ന കാര്യവും പറയുന്ന വിഷയവുമാണ്. ഇപ്പൊ സിനിമയിൽ വന്നപ്പോൾ അത് കൂടുതൽ പ്രൊജക്റ്റ് ആയിരുന്നേ ഉള്ളൂ. ഇത് ഒരിക്കലെങ്കിലും അനുഭവിക്കാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. സെക്ഷൽ അബ്യൂസ് വളരെ മൈൽഡായിട്ടുള്ള തരത്തിലെങ്കിലും അനുഭവിക്കാത്ത ആരും ഉണ്ടാകില്ല.
പക്ഷെ എന്തുകൊണ്ടാണ് അതിന് പരാതി കൊടുക്കാൻ ഇപ്പൊ അതിന് ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ വിശാഖ കമ്മിറ്റി ഗൈഡ് ലൈൻ ഉണ്ടായി, അതിന് ഇപ്പോൾ നിയമവും ഉണ്ടായി, സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് നിയമം ഉണ്ടായി. ആ നിയമം നിങ്ങൾ പഠിച്ചു നോക്കൂ. ആ നിയമം എത്ര നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നു, അതിന് വരുന്ന തടസ്സം എന്താണ്? ഈ തടസ്സം ഈ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയാണ്. സ്വയം വളരെ കൃത്യമായിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മുടെ അമ്മ തന്നെയായിരിക്കും ഒരു തടസ്സം, പുറത്ത് പറയുന്നത് അച്ഛൻ തന്നെയായിരിക്കും തടസ്സം. ഞാൻ ഈ പറഞ്ഞ 2 ദിവസം മുമ്പുള്ള സംഭവത്തിൽ പെൺകുട്ടിക്ക് പരാതി റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കണമെന്നുണ്ട്. പരാതി കൊടുത്താൽ അത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. പോലീസ് സ്റ്റേഷനിൽ പോയാൽ പിന്നെ മീഡിയയിലും ഒക്കെ വരുന്നുണ്ടാകും. അപ്പൊ ഈ കുറെ നാളായിട്ട് നമ്മൾ IC കുറിച്ച് പറയുന്നത് എല്ലായിടത്തും IC ഇല്ല, ചില സ്ഥലങ്ങളിൽ IC ഉണ്ട്. ഉള്ള സ്ഥലങ്ങളിൽ എത്ര ഇൻസിഡന്റിൽ സിനിമയടക്കം എത്ര കേസുകളിൽ നമുക്കത് അവസാനം കൊണ്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്? ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ഒരു കേസ് പോലും എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൽ എന്ന് വെച്ചാൽ കുട്ടിക്ക് ഇത് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നിങ്ങൾ എവിടെ, ഇപ്പം നമ്മളെല്ലാം ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂളായിക്കൊള്ളട്ടെ, കോളേജ് ആയിക്കൊള്ളട്ടെ, അയ്യോ നമ്മുടെ സ്ഥാപനത്തിന് നാണക്കേടാണ്. അത് തന്നെയാണ് വീട്ടിലും നമ്മുടെ വീട്ടിൽ നാണക്കേടാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ സംഭവത്തിലുള്ള കുട്ടി പറഞ്ഞത് അതിന്റെ മാരേജ് ഫിക്സ് ആണ്. അപ്പൊ കല്യാണം, വീണ്ടും കല്യാണം തന്നെയാണ് പ്രതിയായിട്ട് വരുന്നതെന്ന് ഞാൻ പറയാം. കല്യാണം പോകും എന്നുള്ളതാണ് പേടി. അവർക്കല്ല, ബന്ധുക്കൾക്ക്. ഇത് പുറത്തു വന്നില്ല, അവരത്ത് കുറ്റം ചെയ്തിട്ടാണ്. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. അപ്പൊ ഇത് എവിടെയാണ് കിടക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുടുംബത്തിനകത്തെ വാല്യൂസിൽ തന്നെയാണ് സംഭവങ്ങൾ കിടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ചെയ്യുമ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത പുരുഷനെ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതാരും ആവട്ടെ, സഹപ്രവർത്തകരാണെങ്കിലും അടുത്ത ബന്ധുക്കളാണെങ്കിലും അങ്ങനെ സ്നേഹത്തിലും ജീവിക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ സംശയിക്കുമോ? ആരെങ്കിലും ഒരാൾ വിളിച്ചു പിന്നെ ചോദിക്കുന്നില്ലല്ലേ നീ എന്തിനു പോയി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മളിപ്പോ നമ്മുടെ അടുത്ത ഒരു അധ്യാപകൻ വിളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലാണെങ്കിൽ ഡയറക്ടർ വിളിച്ചു, അല്ലെങ്കിൽ ആരോ ആവട്ടെ, നമ്മുടെ അടുത്ത അമ്മാവനാവട്ടെ, അടുത്തുള്ള ആരെങ്കിലും വിളിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ എന്തുള്ളതാണ് അവിടെ നമ്മൾ ട്രസ്റ്റ് പോകാൻ. അപ്പൊ അങ്ങനത്തെ അതിനുശേഷം ഇത് സംഭവിക്കുകയാണ്. അതിന് വലിയൊരു ട്രാപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജെൻഡർ എന്ന് പറയുമ്പോൾ പൗരുഷം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സങ്കല്പം. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എനിക്ക് 2 ദിവസത്തേക്ക് എന്നെ ഒരാളാക്കിയിരുന്നെങ്കിൽ എന്നെ ആലോചിക്കാറുണ്ട്. ഈ സൈക്കോളജി ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതെങ്ങനെയാണ് ഈ ആൺകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ അത് ഏറ്റവും അടുത്ത സ്ത്രീകളോടും അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാകുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട്, എല്ലാവരും എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതെങ്ങനെയാണ് ആ മെന്റാലിറ്റി ഉണ്ടായി വരുന്നതെന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമെങ്കിലും ഒന്ന് ആണായിരുന്നെങ്കിലും അതറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ കരുവപ്പെടുത്തി എടുത്തെങ്കിലേ പറ്റുള്ളൂ. ആൺകുട്ടികളാണ് കൂടുതൽ പഠിപ്പിക്കേണ്ടത്. അതാരാണ് പഠിപ്പിക്കുക എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുഞ്ഞുനാളിൽ മുതൽ മറ്റ് ജെൻഡറിനെ അല്ലെങ്കിൽ സെയിം ജെൻഡറിലുള്ളവരെ അവരെ ടച്ച് ചെയ്യണമെങ്കിൽ കൺസെന്റ് വേണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാതെ അത് പറ്റാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണുങ്ങൾക്ക് തീരെ പറ്റാത്ത കാര്യമാണോ എനിക്കറിയില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ആണുങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ ഈ കൂടുതൽ ആണുങ്ങൾ വരുന്നതുകൊണ്ട് ഒരു ഗുണം എനിക്ക് തോന്നിയത്, സാധാരണ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ഒക്കെ ഏത് ക്ലാസ് വെച്ചാലും പെണ്ണുങ്ങളെ മാത്രം വെച്ചോണ്ടിരുന്നു. കോളേജിലൊക്കെ ക്ലാസ് എടുത്താലും പെൺകുട്ടികൾ മാത്രം വരും, ആൺകുട്ടികളൊന്നും കേൾക്കാനിരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ വേദിയെ കുറച്ചെങ്കിലും പുരുഷന്മാരെ കേൾക്കുന്നുള്ളൊരു ഗുണമുണ്ട്. പാനൽ ചർച്ചയിലും ഒരു പുരുഷന്റെ പങ്കാളിത്തം ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു നിർബന്ധമില്ല. അവർക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മുടെ സ്പേസ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോ കുടുംബത്തെ എന്ന സാമൂഹ്യ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു. വിവാഹം എന്ന സാമൂഹ്യ സ്ഥാപനം ഇതിന്റെയൊക്കെ ഒരു വഴിയിലേക്ക് നയിക്കുന്നതെന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുടുംബത്തിൽ നമ്മൾ ഒരു വിവാഹം എന്ന ഒരു സ്ഥാപനത്തിലേക്ക് കടക്കുവാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ഏത് സെക്സിനോടായിട്ടുള്ള ഒരു വിരുദ്ധത കാണുന്നത് ഈ ഒരു വിവാഹം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ശരിയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അതിൽ നമ്മൾ മെറൈറ്റൽ റേറ്റ് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചതും ആ ഒരു എങ്ങനെയാണ് നമുക്ക്
ഒരു ഭയം എന്നുള്ള ഒരു സംഭവം. പലപ്പോഴും പറയുന്ന മെറൈറ്റൽ റേപ്പ് എന്ന വാക്ക് പോലും പല സ്ഥലങ്ങളിൽ പൊതുവേദികളിൽ പോലും അംഗീകരിക്കാൻ നമ്മുടെ സമൂഹം ഇന്ന് തയ്യാറല്ല. അതുപോലെ തന്നെ ഒരു നമ്മൾ എല്ലാ കുടുംബങ്ങളും നമ്മളൊരു സാധാരണ ഒരു ഇതിലുള്ള ഒരു കുടുംബങ്ങളെല്ലാം എടുത്താൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ നാളത്തേക്കുള്ള ഒരു ബാധ്യത എന്നൊരു വാക്കിലൂടെ നമ്മൾ നോക്കിക്കാണുന്ന ജനത ഇന്നുമുണ്ട്. അതുപോലെ തന്നെ അവളുടെ വിവാഹം ആയിരിക്കും ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ വിവാഹം എന്ന് പറയുന്ന ഒരു ആരെ കൂടെ ജീവിക്കണം എന്ന് തിരഞ്ഞെടുക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു തരത്തിലേക്ക് ഈ മാരേജ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ലിംഗ സമത്വം അല്ലെങ്കിൽ എത്രത്തോളം അതുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. മാരേജ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് 18 വയസ്സാണ് വിവാഹ പ്രായം. പെൺകുട്ടികൾക്ക് 18 വയസ്സ്. അതിന് മാറ്റാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കോളേജില് ഭയങ്കര ഒരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കുട്ടികൾ വന്ന് മിക്കവാറും കുട്ടികളുടെ, മുസ്ലിം കുട്ടികളുടെ, പ്രത്യേകിച്ച് ആ കമ്മ്യൂണിറ്റിയിലെ കുട്ടികളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ് ഒരു ക്ലാസ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ക്ലാസ് കുറച്ച് പകുതിയാകുമ്പോൾ തന്നെ എന്താ എൻഗേജ്മെന്റ് കഴിഞ്ഞു. കുറച്ച് കുട്ടികളൊക്കെ ക്ലാസ്സിൽ വരുന്നുണ്ട്, നന്നായി പഠിക്കുന്ന, എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ കാര്യമായിരുന്നു. നന്നായി പഠിക്കുന്ന കുട്ടികളുടെ വരെ എൻഗേജ്മെന്റ് കഴിച്ചു വെച്ച് പിന്നെ ആ ആള്, അതായത് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഇനി പോകണ്ട കോളേജിൽ എന്ന് പറഞ്ഞു. അപ്പൊ 18 വയസ്സിൽ എന്താ പെട്ടെന്ന് എല്ലാരെയും ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ 21 ആവുന്നുണ്ട്. അതിനു മുമ്പേ ഇവരെ അവിടെ റെഡിയാക്കി വെച്ചതാണ്. ഇനി 21 വയസ്സ് വരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പൊ കുറെ കുട്ടികൾ അവരുടെ പഠനം നിർത്തിപ്പോയി. പിന്നെ വരുന്നവര് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ വരില്ല. അങ്ങനെ പിന്നെ ഒരു സെറ്റായി എന്താ ഒരു മാരേജിലേക്ക് പോകുന്ന മാനസികാവസ്ഥയിലേക്ക് ആ പെൺകുട്ടികൾ എത്തുന്നു. അപ്പൊ 18 വയസ്സിൽ വിവാഹം കഴിയുന്ന ഒരു പെൺകുട്ടി എന്താണ് വിവാഹിതയാകുന്നു. വിവാഹത്തിന് ശേഷം അവള് പലപ്പോഴും, അതായത് ഇപ്പോഴാണ് ഇന്റർനെറ്റിന്റെ ഉപയോഗമൊക്കെ വന്നതും എന്താണ് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ അവര് നോക്കി പഠിക്കുന്നത്. എന്നാലും പലരും ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്ത കുട്ടികൾക്ക് പോലും എന്താണ് വിവാഹ ജീവിതം അല്ലെങ്കിൽ വിവാഹം എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് പോലും മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലാണ് അവര് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരിക്കലും അവിടെ ഒരു കൺസെന്റോട് കൂടിയുള്ള റിലേഷൻഷിപ്പ് നടക്കില്ല. കുട്ടികളെ 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അവർക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ, നമ്മൾ അറിയാലോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷന് തീരെ പ്രാധാന്യം നൽകാത്ത ഒരു സിസ്റ്റമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അവർക്ക് പ്രത്യേക ക്ലാസ്സുകളൊക്കെ ഈ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട്, അല്ലാത്തവർക്ക് അതില്ല. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ നടക്കുന്നത് മാരിറ്റൽ റേപ്പ് തന്നെയാണ്. പിന്നെ അവരുടെ കൺസെന്റോട് കൂടി ആയിരിക്കില്ല പല വിവാഹ ജീവിതങ്ങളും മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഈ അബ്യൂസ് എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പം ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ തൊട്ടാൽ, ഒരു സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ അവരുടെ കൺസെന്റ് ഇല്ലാതെ തൊട്ട് കഴിഞ്ഞാല്, അവരുടെ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ അത് ആ പെൺകുട്ടിക്ക് എത്രമാത്രം, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് എത്രമാത്രം അത് അവരുടെ മാനസിക നിലയെ നശിപ്പിച്ചു കളയും, തകർത്ത് കളയും എന്ന് ഈ പുരുഷന്മാർക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ ഒരു തൊടല് മാത്രമാണ്, അവരുടെ പുരുഷ സുഹൃത്തുക്കളെ തൊടുന്നത് പോലെയുള്ള ഒരു തൊടല് മാത്രമാണ്. പക്ഷെ ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ ഞാനൊരു പെൺകുട്ടീന്റെ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പം നല്ല പിന്നെ സ്പോർട്സിലൊക്കെ സ്കൂൾ തലത്തിലും അത് കഴിഞ്ഞ് സംസ്ഥാന തലത്തിലും ഒക്കെ സമ്മാനങ്ങൾ വാങ്ങിയ ആ കുട്ടിക്ക് ഒരു ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു മത്സരത്തിന് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും കൂടെയുള്ള കോച്ച് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പകരം ഒരാള് പോയി. അയാൾ ആ കുട്ടിയെ ട്രെയിനിൽ വെച്ച് അവളെ പിന്നെ ടച്ച് ചെയ്തതാണ്. അപ്പൊ പെട്ടെന്ന്, അതായത് അവളുടെ ശരീരഭാഗത്ത് പിടിച്ചമർത്തുകയും പെട്ടെന്ന് ആരോ വന്നപ്പോൾ അയാൾ മാറിപ്പോവുകയും ചെയ്തു. പക്ഷെ ആ കുട്ടി അന്ന് മുതൽ ഭയത്തിലായിരുന്നു. അവൾക്ക് പിന്നീട് അവള് പോയ മീറ്റിൽ അവൾക്ക് പങ്കെടുത്തു. പക്ഷെ അവള് പരാജയപ്പെട്ടു. കാരണം അവളുടെ മാനസിക നില തകരാറിലായി പോയി. ഒറ്റ
സ്പർശനം മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷെ അത് അവളെ പൂർണ്ണമായി തകർക്കുകയും പിന്നീട് അവൾക്ക് മുന്നോട്ട് പഠിക്കാനോ പിന്നെ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്പോർട്സിൽ അവൾക്ക് എന്തെങ്കിലും നേടാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലേക്ക് പിന്നീട് വിവാഹം കഴിഞ്ഞു. പക്ഷെ വിവാഹ ജീവിതത്തിൽ പോലും അവൾക്ക് ഭർത്താവിനെ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പോയി ആ സ്ത്രീയുടെ ജീവിതം തന്നെ തകർന്നു പോയവർ. അങ്ങനെ എത്രയോ, ഒരു കേസ് മാത്രമല്ല, എത്രയോ കേസുകൾ, എത്രയോ ലക്ഷക്കണക്കിന് കേസുകൾ നിരന്തരം ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മള് കേരളത്തിൽ മാത്രമാണ് 18 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ വിവാഹം കഴിക്കുന്നത്. യുനിസെഫിന്റെ ഒരു കണക്ക് പ്രകാരം 243 മില്യൺ കുട്ടികളാണ് ഇന്ത്യയില് ശൈശവ വിവാഹത്തിന് എത്തിപ്പെടുന്നത്. അത്രയും ഭീകരമായ അവസ്ഥ. ഇന്ത്യ, കേരളം ഒഴികെ, അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ ഒഴികെയുള്ള നോർത്ത് ഇന്ത്യയിലത്തെ കാര്യം മാത്രമായിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. അപ്പൊ അത്രയും കുട്ടികൾ 15 വയസ്സിൽ താഴെയാണ് ശൈശവം എന്ന് പറയുന്നത്. 18 വയസ്സ് 17 വയസ്സ് പോലും അല്ല, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇത്രയും വലിയ ഒരു സംഖ്യ ശൈശവ വിവാഹത്തിൽ എത്തിപ്പെടുന്നത്. അപ്പൊ അവിടെയൊക്കെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അവിടെയൊക്കെ നിരന്തരം ബലാത്സംഗങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ കഥകൾ, ഓരോരുത്തരുടെ ജീവിതങ്ങൾ കേട്ട് കഴിഞ്ഞാല് തികച്ചും പൊള്ളിപ്പോകുന്ന അനുഭവം തന്നെയാണ് നമുക്ക് ഓരോ ദിവസവും കാണാനും കേൾക്കാനും ഒക്കെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ മാറ്റം. ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പുരുഷന്മാരായത് നമ്മുടെ പലപ്പോഴും ഞാനും ചിന്തിച്ച ഒരു കാര്യമാണ്. നമ്മൾ ഈ ലിംഗസമത്വം എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ക്ലാസ് വെച്ച് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ജെൻഡർ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമില്ല എന്തോ സംഭവമാണെന്നില്ല. അപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് കുറച്ച് പുരുഷന്മാരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അവരെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ മക്കളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ് തിരുത്തുമായിരുന്നു. അപ്പൊ നല്ല ഒരു യുവതലമുറ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്രൈംസ് ഒക്കെ കുറക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പൊ ചോദ്യത്തിലേക്ക് സോയ, നമ്മളിപ്പം സോഷ്യൽ മീഡിയ വളരെ സജീവമായി ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. ഇപ്പം ഒരു പോസ്റ്റിന്റെ താഴെ അല്ലെങ്കിൽ ഒരു സ്ത്രീ എഴുതിയിടുമ്പോൾ അതിന് ലഭിക്കുന്ന കമന്റ്സും, ഒരു പുരുഷൻ അത് എഴുതിയിടുമ്പോൾ ലഭിക്കുന്ന കമന്റ്സും, അല്ലെങ്കിൽ ക്യൂർ വിഭാഗത്തിന് റെപ്രസെന്റ് ചെയ്ത് എന്തെങ്കിലും എഴുതിയിടുവാണെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിലോ അല്ലെങ്കിൽ ക്യൂർ കമ്മ്യൂണിറ്റി എന്ന രീതിയിലോ അല്ലെങ്കിൽ പുരുഷൻ എന്ന രീതിയിലോ ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു ലിംഗസമത്വത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഇതിൽ പോലും വളരെ മോശമായ കമന്റ്സ് ഒരു സ്ത്രീ ശരീരത്തെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും ഒരു സ്ത്രീ കമന്റ് ഇട്ട് നമ്മുടെ ഐഡിയോളജി എന്നതിന് പകരം ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊരു ചിന്ത സമൂഹത്തിൽ മൊത്തത്തിൽ നമ്മൾ കാണുന്നു. അപ്പൊ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ സ്ത്രീ സ്വാതന്ത്ര്യം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ, ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു 2016 ഞാൻ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോൾ സ്ത്രീകളെ മാത്രം തെറി പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന കമന്റുകൾ ഇപ്പോൾ പുരുഷന്മാരെ നല്ലപോലെ ഇത് പറയുന്നുണ്ട്. അതൊരു വലിയ വ്യത്യാസമാണ്. ഇപ്പം ഈ അടുത്തിടെ ഒരു ഉസ്താദ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, കക്കൂസി പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, എന്തൊക്കെയാണെന്ന്. അപ്പൊ ആ പോസ്റ്റിനിടയിൽ വെച്ചാൽ മലക്ക് എഴുതുമെന്ന് പറഞ്ഞു. മലക്ക് സ്വർഗത്തിൽ പോയിട്ട് എഴുതി കൊടുക്കും, നമ്മൾ കക്കൂസി പോയിരുന്ന് പാട്ടുപാടി, നമ്മൾ അതിലൊന്നും ചെയ്തു, നമ്മൾ മൂളിപ്പാട്ട് പാടി എന്നൊക്കെ പോകും. അപ്പൊ ഞാൻ അതിന്റെ പോസ്റ്റിൽ ഒരു കമന്റ് വെറുതെ എഴുതി, വടക്കേല സുഹറാബി 14 രാവുദിച്ചത് മാനത്തോ എന്ന് പാട്ടുപാടി എന്ന് പറഞ്ഞ് എഴുതിയപ്പോ, അപ്പം സോയ KM എന്ന പേര് കണ്ടപ്പോ ഒരു ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്ന പേരറിയ, രാമനെ തെറി, യേശുവിനെ തെറി, സകലമായ ആൾക്കാരെ തെറിയോട് തെറി. ആരവർക്ക് ഏത് ജാതിയാണ്? എന്റെ പേര് കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല, ഇത് ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്ന് മനസ്സിലായില്ല. രാമനെയൊക്കെ ചുമ്മാ തെറി പറയാം. അപ്പൊ ഒന്ന് മനസ്സിലായത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്ത്രീ പുരുഷ ഭേദം കുറെ മാറിയിട്ടുണ്ട്. തെറി പറയുന്നതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ഹേമ കമ്മിറ്റി
റിപ്പോർട്ട് വന്ന് എനിക്ക് തോന്നുന്നത് ഇനി പഴയതുപോലെ സ്ത്രീകളുടെ വാതിൽ മുട്ടാൻ ആളുകൾ ഭയപ്പെടും. എന്ത് കുറെ സ്ത്രീകളെ തെറി പറഞ്ഞെന്ന് വെച്ചോ, നീ കടന്നു കൊടുത്തിട്ടല്ലേടി, നീ കടന്നു കൊടുത്തിട്ട് ഇപ്പം നിനക്കൊക്കെ നല്ല വേഷം കിട്ടി, നീയൊക്കെ സ്റ്റാറായപ്പം ചീത്ത പറയുമല്ലേടി എന്ന് പറയുന്നു വെച്ചോ. എങ്കിൽ പോലും മുട്ടാൻ ഇനി ഭയപ്പെടുമല്ലോ, കുറച്ച് ഭയപ്പെടില്ലേ? അപ്പൊ അതുകൊണ്ട് മാറ്റങ്ങൾ എന്തായാലും ഉണ്ട്, മാറ്റങ്ങളുണ്ട്. ഇപ്പം ഒന്നും ഇല്ലെങ്കിലും യുക്തിവാദികളുടെ ഇടയിലെങ്കിലും സ്ത്രീവിരുദ്ധത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ത്രീവിരുദ്ധത എന്താണെന്ന് ഒരു കാലത്ത് ആൾക്കാർ അറിയില്ല, എന്താണ് സ്ത്രീവിരുദ്ധത എന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സ്ത്രീവിരുദ്ധത എന്താണെന്ന് നമുക്ക് അറിയാം. സ്ത്രീകളെ കളിയായിക്കൊണ്ട് കുടുംബശ്രീ പെണ്ണുങ്ങള് പിന്നെ പരദൂഷണം പറയുകയാണ്. കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് പരദൂഷണം പറയുന്നത് എവിടെ നേരം? അവർക്ക് വന്നിട്ട് കണക്ക് പറഞ്ഞ് ലോൺ എടുത്തതിന്റെ കണക്കും പറഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ വീട്ടിൽ ചെന്നിട്ട് ആടിന് തീറ്റ കൊടുക്കണം, വീട്ടിലെ അമ്മായിയപ്പനുണ്ട്, അമ്മായിയമ്മയുണ്ട്, കൊച്ചുങ്ങളെ കുളിപ്പിക്കണം, ആടിന് തീറ്റ കൊടുക്കണം, പശുവിന് പരിപാടി കഴിഞ്ഞ് ഓടണം. എവിടെ നുണ പറയാൻ എവിടെ കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് നേരം? ആ കുടുംബശ്രീ പെണ്ണുങ്ങൾ നുണ പറയാം. ഇതൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ടാവും. ഇപ്പൊ ഹേമ കമ്മിറ്റി വന്നപ്പോഴ് കുറെ സ്ത്രീകളെ തെറി പറഞ്ഞിരുന്നാലും ഇനി സ്ത്രീകളുടെ വാദം കിട്ടാൻ പേടിക്കും, ഇനി കുറച്ച് പേടിക്കും. എന്തായാലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ആരെ പറഞ്ഞു മാറ്റങ്ങൾ മാത്രമാണ് മാറ്റമില്ലാതെ തുടരുന്നത്? മാറ്റങ്ങൾ ഉണ്ടാവും. നല്ല മാറ്റങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർക്ക് ഇത് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും? അതെ അതെ, തീർച്ചയായും. വിവാഹത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നേരത്തെയുള്ള വിവാഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇത്രയും നഷ്ടക്കച്ചവടമായിട്ടുള്ള മാരേജിന് എന്തിനാണ് പെൺകുട്ടികൾ പോകുന്നത് എന്ന് നമ്മൾക്ക് ചോദിക്കേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ വെച്ച് നമ്മൾ പൊതുവെ സമൂഹത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളിരുന്ന് ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് പറയുന്ന ഡിസ്കഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ. അതിപ്പോ ആരാന്ന് അറിയാതെ പറയാന്നുള്ളതുകൊണ്ട് എന്തും പറയാന്നുള്ളതാണ്. അപ്പൊ ഈ മാരേജിലേക്ക് പോകുന്നതിന് മുമ്പ് പെൺകുട്ടികൾ ചെയ്യേണ്ടത് ജോലി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായിരിക്കണം പ്രയോറിറ്റി, മുൻഗണന ജോലി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാരേജിനെ കുറിച്ച് ആലോചിക്കാം എന്ന് വിചാരിച്ചാൽ പ്രശ്നം മാറാനേ ഉള്ളൂ. പക്ഷെ അതിന് കുറച്ച് പെൺകുട്ടികൾ നിൽക്കണം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് കിടന്നു കൊടുത്തിട്ട് ഇപ്പൊ വന്ന് പരാതി പറയുന്നു. കിടന്നു കൊടുത്തിട്ടല്ലേ? ആ വാക്ക് തന്നെ നോക്കൂ, കിടന്നു കൊടുത്തിട്ടല്ലേ എന്നുള്ളത് വെച്ചാൽ അത്രയും പാസീവായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്, വസ്തുവായിട്ട് കാണുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, ഈ കിടന്നു കൊടുക്കാൻ പഠിപ്പിക്കുന്നത് എവിടെയാണ്? ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ കുഞ്ഞുനാളിൽ മുതൽ വളർത്തുന്നത് കിടന്നു കൊടുക്കാനാണ്. അതാണ് ഇപ്പൊ രജനി പറഞ്ഞ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത്. പക്ഷെ കിടന്നു കൊടുക്കാൻ നമുക്കൊരു ലൈസൻസ് തരും. ആ ലൈസൻസ് ഉള്ള ആളിന് മാത്രം കിടന്നു കൊടുക്കാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ എവിടെ പോകുമ്പോഴും കിടന്നു കൊടുക്കാൻ മാത്രമാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അതിന് പകരം എഴുന്നേറ്റ് നിൽക്കുകയും ചോദ്യം ചോദിക്കുകയും ആണുങ്ങളെ കിടത്തുകയും ചെയ്യാനുള്ള കഴിവ് സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്.